സർ ഒരു എന്താ പറയുക ബാങ്കിങ് മേഖലയിൽ നിന്ന് നമ്മുടെ ഒരു അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് മേഖലയിലോട്ട് വരുന്നത് ഏകദേശം 32 വർഷത്തോളമായല്ലോ. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? അത് വളരെ ആക്സിഡൻ്റിലായിരുന്നു. ഞാൻ ബാങ്കിൽ തന്നെ 2-3 ജോലികളൊക്കെ ചെയ്തിരുന്ന ബാങ്കിലൊരു റെഗുലർ ജോലിയായിട്ട് ഇൻ്റർനാഷണൽ ഡിവിഷൻ മാനേജറായിരുന്നു കമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റിൻ്റെ. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ പറഞ്ഞു ഈ കുവൈറ്റി ബാങ്ക് മാനേജേഴ്സിനെ ഒന്ന് ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ ആ ട്രെയിനിങ് സെൻറ്ററിൻ്റെ കാര്യങ്ങൾ കൂടി നോക്കി ഒരു 8 മണിയോടുകൂടി ജോലിയെല്ലാം കഴിഞ്ഞ് ദിവസത്തെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുവൈറ്റിൽ ഉണ്ടായിരുന്ന സ്വർണ്ണക്കടകളുടെ മുമ്പിൽ വളരെ വലിയ റഷ് കണ്ടു. അപ്പോൾ ഒരു യങ് മൈൻഡിൻ്റെ ക്യൂരിയോസിറ്റി അന്ന് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോക്കി, ഇത് ഒന്ന് കാർ നിർത്തിയിട്ട് എന്താണെന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അവിടെ ഇറക്കി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ നടക്കുന്നത്, എന്താണ് നിങ്ങളെല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്? അപ്പോൾ അവരാണ് പറയുന്നത്, വാട്ട് എ ഫൂൾ യു ആർ, എന്താണ് നടന്നത്, സ്വർണത്തിൻ്റെ വില കുറഞ്ഞത് അറിഞ്ഞില്ലേ? സ്വർണം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞങ്ങളൊന്നും സ്വർണം വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ട് ഇത് വില $860 നിന്ന് ഇതാ $600 കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മേടിക്കാത്ത സ്വർണം ഞങ്ങളിപ്പോൾ മേടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു റെഡി ഡിമാൻഡ് സ്വർണ്ണാഭരണങ്ങൾക്കുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷേ അത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കാരണം സ്വർണ്ണ ബിസിനസ്സിനെ പറ്റിയിട്ട് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇപ്പോൾ അന്നത്തെ കാലത്ത് വൈഫ് സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ കൂടി ഞാൻ പുറത്ത് നിൽക്കും. കാരണം വളരെ ചെറിയ കടകളായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കുത്തള്ളി കയറാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ലാസ്റ്റ് എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചാൽ ചെക്കോ ക്യാഷോ കൊടുക്കുക, ഇതായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ സ്വർണത്തിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്തത് കൊണ്ട് അപ്പോൾ എവിടുന്ന് കിട്ടും ഈ അറിവ്? ഞാൻ വിചാരിച്ചപ്പോൾ ഈ പറയുന്ന ഗോൾഡ് സ്മിത്ത്സ് ആയിരിക്കും ഇതിനെ പറ്റിയിട്ട് നല്ലൊരു അറിവ് പകർന്നു തരാൻ പറ്റിയ ആളുകൾ എന്നെനിക്ക് തോന്നി. അതനുസരിച്ച് ഞാൻ അവിടെ ഗോൾഡ് സ്മിത്ത്സിനെ കിട്ടുമെന്ന് നോക്കി. 2 കൊല്ലമായിട്ട് സ്വർണത്തിൻ്റെ വില ആകാശം മുട്ടി നിൽക്കുന്നത് കൊണ്ട് ആരും തന്നെ കിട്ടാൻ വലിയ വിഷമമായിരുന്നു. അവസാനം കോട്ടയം അടുത്ത് പള്ളം എന്നുള്ള സ്ഥലത്തൊരു മാധവൻ എന്ന് പറഞ്ഞ ആളെ കണ്ടു കിട്ടി. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതിൻ്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരാമോ? അദ്ദേഹം കുറേ വിഷമിച്ചു. ആദ്യം പറഞ്ഞു, ഇത് അങ്ങനെയൊന്നും ഇത് വല്ല ഋഗ്വേദ മന്ത്രം മാതിരിയൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചത്, ഇതിനെ പറ്റിയിട്ട് അങ്ങനെ പറയാനൊന്നും പാടില്ല എന്നുള്ള മാതിരി നിന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ബാങ്കിലെ വലിയ മാനേജരൊക്കെയാണ്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയുന്നതിന് വലിയ വിഷമം വിചാരിക്കരുത്. അപ്പോൾ ആളെ ഒന്ന് അളന്ന് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഓക്കെ സർ, ഐ വിൽ ഗിവ് യു ദ സീക്രട്ട്. നമ്മൾ പ്യുവർ ഗോൾഡ് വാങ്ങിക്കുന്നു, അത് 24 ക്യാരറ്റാണ്. അതിൽ 2/24 എന്നുള്ള റേഷ്യോയിൽ സിൽവർ അല്ലെങ്കിൽ കോപ്പർ ചേർക്കുന്നു. എന്നിട്ട് 24 ക്യാരറ്റിൻ്റെ അതേ വിലയ്ക്ക്, വാങ്ങിച്ച വിലയ്ക്ക് തന്നെ വിൽക്കുന്നു. അപ്പോൾ അതാണ് അന്ന് വരെ സ്വർണത്തിന്, അറ്റ്ലസ് ജ്വല്ലറി നിലവിൽ വരുന്നത് വരെ സ്വർണത്തിനൊരു വിലയേ ഉള്ളൂ. 22 ക്യാരറ്റിനൊരു വില, 24 ക്യാരറ്റിനൊരു വില എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആ വ്യത്യാസം ഉണ്ടാക്കിയത്, അതിൻ്റെ ക്രെഡിറ്റ് വാസ്തവത്തിൽ എനിക്ക് അർഹതപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.